പടക്കപ്പുരയിലെ ഉഗ്രസ്ഫോടനം തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ്. ഇന്നലെ ഗൃഹപ്രവേശനം കഴിഞ്ഞ വീട് ഒരു ദിവസം കൊണ്ട് തകർന്നത് നെഞ്ചുപൊട്ടുന്ന കാഴ്ചയായി മാറി. വലിയൊരു അപകടം. ഇപ്പോഴും ആളുകൾക്കൊക്കെ പരിക്കുണ്ടോ എന്നൊക്കെ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പരിശോധിക്കുകയാണ്. കണ്ടില്ലേ, പന്തലൊക്കെ അഴിച്ചിട്ടും കൂടി ഇല്ല. ഇന്നലെ പരവാസ്തോലി കഴിഞ്ഞല്ലോ, നമ്മളൊട്ടും പ്രതീക്ഷ കണ്ടില്ല. ഇവിടെ മൊത്തം ഇതായി കിടക്കണം. എന്ത് ചെയ്യും? നമ്മളെന്ത് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തു വെച്ച വീടാ. ഇനി ഇത് കയറി താമസിക്കണമെങ്കിൽ എന്ത് അവസ്ഥയിലെത്തും ഇന്നലെ കഴിഞ്ഞ തന്നെ മനസ്സിലാവില്ലേ. ഇതേ അഴിച്ചിട്ടില്ല. ഇന്നലെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പം ഇങ്ങനെ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവില്ല, ഇവിടെ കംപ്ലീറ്റ് ഇതായി കിടക്കുക. ഇന്നലെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഭീകരമായിരുന്നു. കാരണം നമുക്ക് ഫംഗ്ഷൻ ഇവിടെ ആൾക്കാര് പിള്ളേര് ഒക്കെ ഉണ്ട്. ഇവിടെ പലരുടെ വീടുകളിൽ അകത്തിരുന്നവരുടെയൊക്കെ മേത്ത് ഓരോന്നും പൊട്ടിത്തെറിച്ച് വീഴും. അപ്പൊ ഇന്നലെ ഇവിടെ ആയിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്ത് വലിയ അപകടമാകുമായിരുന്നു. ഇപ്പൊ നമുക്ക് നഷ്ടമായി. ഇപ്പൊ നമ്മൾ ഇവിടെ കയറി താമസിക്കണമെങ്കിൽ എന്തോരം ഇതിനി വീണ്ടും ചെലവിടണം. ഇപ്പൊ തന്നെ കട, അതിന്റെ പുറത്ത് ഇനിയും വീണ്ടും ഒരുപാട് പൈസ ചെലവിട്ടാലേ നമുക്ക് ഇതിന്റെ അകത്ത് കയറി താമസിക്കാൻ പറ്റുള്ളൂ. എന്താ അവസ്ഥ? ഏറെ ദുഃഖകരമായൊരു അവസ്ഥയാണ് ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥ നമ്മോട് പങ്കുവച്ചത്. ഈ വീടിന്റെ പ്രവേശന കർമ്മം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ പരിപാടികളുടെ പന്തല് പോലും അഴിച്ചിട്ടില്ല. നമുക്ക് കാണാം, ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ സ്ഫോടനം ഉണ്ടാകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, ആ സ്ഫോടനം നടന്ന ഗോഡൌണിൽ നിന്ന്, ആ വാഹനം കടന്നിരുന്ന സ്ഥലത്ത് നിന്ന് 100 കണക്കിന് മീറ്ററുകൾ മാറിയാണ് ഈ വീട്. ആ വീടിലെ ഉടമസ്ഥയാണ് ഇപ്പോൾ നമ്മോട് ഏറെ ദുഃഖകരമായ അവരുടെ അനുഭവം പങ്കുവച്ചത്.